സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോക്ട്രൈൻ ഓഫ് ജുഡീഷ്യൽ പ്രസിഡൻറ്റ്. നമ്മൾ കോർട്ടിൻ്റെ ഹയറാർക്കിയാണ് അവസാനത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമ്മൾ പറയാനുള്ളത് ഡോക്ട്രൈൻ ഓഫ് ജുഡീഷ്യൽ പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻവിധി എന്നാണ്. അതിന് മലയാളം കൃത്യമായി മനസ്സിലാക്കി വെച്ചോളാം. പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ മുൻവിധി എന്നാണ്. ജുഡീഷ്യൽ പ്രസിഡൻറ്റ് എന്ന് പറയുമ്പോൾ ജഡ്ജസ് എടുത്തിട്ടുള്ള മുൻവിധികൾ, ജഡ്ജസിൻ്റെ മുൻവിധികൾ നോക്കാം. നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പോകാം. The system adopted by judges following the decisions in the previous cases is called doctrine of judicial precedence. അതൊരു ടൈപ്പ് ഓഫ് സിസ്റ്റമാണ്. ഡോക്ട്രൈൻ ഓഫ് ജുഡീഷ്യൽ പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. അത് ജഡ്ജസ് അഡോപ്റ്റ് ചെയ്യുന്നൊരു സിസ്റ്റമാണ്. പ്രീവിയസ് കേസിലുള്ള തീരുമാനങ്ങൾ ഫോളോ ചെയ്യുന്ന പ്രോസസ്സ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോളോയിങ് ഡിസിഷൻസ് ഫ്രം ദ പ്രീവിയസ് കേസസ്. ദാറ്റ് ഈസ് കോൾഡ് ഡോക്ട്രൈൻ ഓഫ് ജുഡീഷ്യൽ പ്രസിഡൻറ്റ്. അപ്പോൾ ചില മുൻവിധികൾ, ചില പ്രസിഡൻറ്റുകൾ ബൈൻഡിങ് ആണ്. അതേഴ്സ് ആർ പെർസ്വേസീവ്. ചിലതെന്താണ്? പെർസ്വേസീവ് ആണ്. സാർ എന്താണ് ബൈൻഡിങ്, എന്താണ് പെർസ്വേസീവ്? ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ദേ മസ്റ്റ് ബി ഫോളോഡ് ഇൻ ലേറ്റർ കേസ്. അത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. അപ്പോൾ എന്താണ് പെർസ്വേസീവ്? മേ ചൂസ് ടു ഫോളോ ബട്ട് ഹീ ഈസ് നോട്ട് ബൗണ്ട് ടു ഡു സോ. വേണമെങ്കിൽ ചൂസ് ചെയ്താൽ മതി, പക്ഷേ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതാണ് പെർസ്വേസീവ്. ഓക്കെ. ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. പെർസ്വേസീവ് എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്തോളണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. മൂന്ന് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ഒരു പ്രസിഡൻറ്റ് ബൈൻഡിങ് ആണോ പെർസ്വേസീവ് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുക. മൂന്ന് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു പ്രസിഡൻറ്റ്, ഒരു മുൻവിധി, ആ മുൻവിധി ഞാൻ ഫോളോ ചെയ്യണോ, ബൈൻഡിങ് ആണോ അല്ലെങ്കിൽ പെർസ്വേസീവ് ആണോ, വേണമെങ്കിൽ ഫോളോ ചെയ്താൽ മതിയോ എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. ഒന്നാമത്തത് ഹൈറാർക്കി ഓഫ് കോർട്സ്. കോടതിൻ്റെ ഹൈറാർക്കി നോക്കിയിട്ട് നോക്ക്. എടാ, ഇതിൽ ഏറ്റവും പവർ കൂടിയ കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ്. സോ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള എല്ലാ വിധികളും താഴെയുള്ള എല്ലാ കോർട്ടുകൾക്കും ബൈൻഡിങ് ആണ്. അവർ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. ഓക്കെ. അതുപോലെ കോർട്ട് ഓഫ് അപ്പീൽ വിധിച്ചിട്ടുള്ള എല്ലാ വിധികളും താഴേക്കുള്ള ഹൈക്കോർട്ട്, മജിസ്ട്രേറ്റ് കോർട്ട്, കൗണ്ടി കോർട്ട്, ക്രൗൺ കോർട്ട് എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കോടതികളും നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം, ബൈൻഡിങ് ആണ്. ഹൈക്കോർട്ട് വിധിച്ചിട്ടുള്ള എല്ലാ വിധികളും ആർക്കൊക്കെ ബൈൻഡിങ് ആണ്? ക്രൗൺ കോർട്ട്, കൗണ്ടി കോർട്ട്, മജിസ്ട്രേറ്റ് കോർട്ട്. ക്രൗൺ കോർട്ട് വിധിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും ആർക്ക് ബൈൻഡിങ് ആണ്? മജിസ്ട്രേറ്റ് കോർട്ടിന്. ക്ലിയർ ആണല്ലോ. സോ ഹയർ കോർട്ടിൻ്റെ വിധികൾ ലോവർ കോർട്ട്സിന് ബൈൻഡിങ് ആണ്. എന്നാൽ ലോവർ കോർട്ട്സിൻ്റെ വിധി ഹയർ കോർട്ടുകൾക്ക് എന്താണ്? പെർസ്വേസീവ് ആണ്. നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട, വേണമെങ്കിൽ ചെയ്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ അപ്പീലിന് വേണ്ടിയിട്ട് മേലേക്ക് പോകുന്നത്. ഓക്കെ. അതാണ് ഹൈറാർക്കി ചൂസ് ചെയ്തിട്ട് ബൈൻഡിങ് ആണോ പെർസ്വേസീവ് ആണോ നോക്കാം. ഹയർ കോർട്ട്സ് ബൈൻഡ് ലോവർ കോർട്ട്സ് ബട്ട് നോട്ട് വൈസ് വേഴ്സ. ഹയർ കോർട്ട്സ് ലോവർ കോർട്ട്സിന് ബൈൻഡിങ് ആണ്, പക്ഷേ തിരിച്ച് അങ്ങോട്ടേക്കില്ല. സോ ഹയർ കോർട്ട്സ് ഹാവ് ദ ഓപ്ഷൻ നോട്ട് ടു ഫോളോ ദ ഡിസിഷൻ ഓഫ് ലോവർ കോർട്ട്. അതുകൊണ്ട് തന്നെ ലോവർ കോർട്ട് പറഞ്ഞിട്ടുള്ള വിധികൾ ഫോളോ ചെയ്യാണ്ടിരിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഹയർ കോർട്ടിനുണ്ട്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേ ബാക്ക് അടിക്കുക, കാണാം. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ 3 രീതികൾ പറയുന്നുണ്ട്: ഓവർ റൂളിംഗ്, റിവേഴ്സിങ്, ഡിസ്റ്റിങ്വിഷിങ്. ഏതൊക്കെ രീതിയിൽ ഹയർ കോർട്ട്സ് ലോവർ കോർട്ട്സിൻ്റെ വിധികൾ ഫോളോ ചെയ്യും, ഫോളോ ചെയ്യാണ്ടിരിക്കും? ഒന്നാമത്തത് ഓവർ റൂൾ ചെയ്യാം. ഹയർ കോർട്ട്സ് എന്ത് ചെയ്യും? ലോവർ കോർട്ടിൻ്റെ ഒരു വിധി പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനും എൻ്റെ ഒരു സുഹൃത്തും തമ്മിൽ ഒരു വാക്ക് തർക്കം, അടിപിടിയായി. കൊലപാതക ശ്രമത്തിന് സുഹൃത്ത് എനിക്കെതിരെ കേസ് കൊടുത്തു. ക്രിമിനൽ കേസായതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കോർട്ടിലാണ് പോയത്. വിധി വന്നു, എനിക്ക് അനുകൂലമായി വന്നു. ആൾ സാറ്റിസ്ഫൈഡ് അല്ല, ആൾ അപ്പീലിന് പോയി ക്രൗൺ കോർട്ടിലേക്കാണ് പോയത്. ക്രൗൺ കോർട്ടിൽ കേസ് നടക്കുകയാണ്. ക്രൗൺ കോർട്ടിൽ കേസ് നടത്തി, വിധി വന്നു, ഞാൻ കുറ്റക്കാരനാണ്, അയാൾ കേസ് വിജയിച്ചു.
കുറ്റക്കാരനാണ് പറഞ്ഞപ്പോൾ അയ്യ വെറുതെ ആക്കി, കുറ്റക്കാരനാണ്. ഓക്കെ. മറ്റൊരു കേസ്, വേറെ ഏതോ രണ്ടാൾക്കാർ തമ്മിൽ അടിപിടി, ഇതേപോലെ വധശ്രമത്തിന് ഒരാൾ കേസ് കൊടുത്തു. വേറെ ഏതോ രണ്ടാൾക്കാർ മജിസ്ട്രേറ്റ് കോർട്ടിൽ പോയി. എന്നിട്ട് എവിടെ പോവാണ്, കേസ് നടത്തു, വിധി വന്നു, അപ്പീലിന് പോയി, ക്രൗൺ കോർട്ടിലേക്ക് അപ്പീലിന് പോയി. ക്രൗൺ കോർട്ടിൽ വിധി വന്നു, അതിലൊരാൾക്കെതിരെ എന്ത് വന്നു, വിധി വന്നു. അപ്പോൾ പ്രതികൂലമായി വിധി വന്ന ആൾ, സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആൾ ഹൈക്കോർട്ടിലേക്ക് അപ്പീലിന് പോയി, അല്ലെങ്കിൽ കോർട്ട് ഓഫ് അപ്പീലിലേക്ക് അപ്പീലിന് പോയി. അപ്പോൾ കോർട്ട് ഓഫ് അപ്പീലിൽ കേസ് നടത്തി. കോർട്ട് ഓഫ് അപ്പീൽ എന്ത് ചെയ്യും, വേണമെങ്കിൽ ആരാണോ ശരിക്കും തെറ്റ് ചെയ്തത് അവനെ കുറ്റവിമുക്തനാക്കാനുള്ള അധികാരം ആർക്കുണ്ട്, കോർട്ട് ഓഫ് അപ്പീലിനുണ്ട്. കാരണം ലോവർ കോർട്ട് മറ്റൊരു കേസിൽ എടുത്ത തീരുമാനമാണ്. ഓക്കെ. ഡിഫറെൻറ്റ് കേസിൽ ലോവർ കോർട്ടിൻ്റെ വേർഡിക്റ്റിനെ ഓവർടേൺ ചെയ്യാൻ, മാറ്റിമറിക്കാൻ ഹയർ കോർട്ടുകൾക്ക് അവകാശമുണ്ട്. ഹയർ കോർട്ടിന് ലോവർ കോർട്ടിൻ്റെ ഒരു വിധി മാറ്റിമറിക്കാം ഇഫ് ഡിഫറെൻറ്റ് കേസാണെങ്കിൽ. ഒന്ന് എൻ്റെ കേസായിരുന്നു, മറ്റേത് വേറൊരു കേസാണ്. സോ ഡിഫറെൻറ്റ് കേസാണെങ്കിൽ ലോവർ കോർട്ടിൻ്റെ വിധി മൈൻഡ് ചെയ്യാണ്ട് ഹയർ കോർട്ടിനത് മാറ്റിമറിക്കാം, ഡിഫറെൻറ്റ് കേസാണെങ്കിൽ. ഇനി സെയിം കേസാണെങ്കിലോ അതിന് റിവേഴ്സ് എന്ന് പറയും. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് ലോവർ കോർട്ടിൻ്റെ വിധി ഹയർ കോർട്ട് മാറ്റിമറിക്കും, ഓവർടേൺ ചെയ്യും സെയിം കേസിൽ. അതായത് എൻ്റെ കേസ് നമ്മൾ ക്രൗൺ കോർട്ടിൽ നിന്ന് സെറ്റിൽ ചെയ്തു, ഞാൻ അപ്പീലിന് പോയി കോർട്ട് ഓഫ് അപ്പീലിലേക്ക്. കോർട്ട് ഓഫ് അപ്പീൽ പറഞ്ഞ് ഇവൻ തന്നെയാണ് കുറ്റക്കാരൻ, നീയല്ല, മജിസ്ട്രേറ്റ് കോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ക്രൗൺ കോർട്ടിൽ നിന്ന് വന്നിട്ടുള്ള വിധി തെറ്റാണ്. സെയിം കേസിൽ ഹയർ കോർട്ട് ലോവർ കോർട്ടിൻ്റെ വിധി മാറ്റിമറിച്ചു. ദാറ്റ് ഈസ് റിവേഴ്സൽ. ഇനി ഡിസ്റ്റിങ്വിഷിങ് എന്താണ്? എന്താ ഡിസ്റ്റിങ്വിഷിങ് എന്ന് പറഞ്ഞാൽ, ജഡ്ജസ് ഡിസൈഡ് നോട്ട് ടു ഫോളോ ദ പ്രീവിയസ് വേർഡിക്റ്റ് ആസ് ദ മെറ്റീരിയൽ ഫാക്ട്സ് ആർ ഡിഫറെൻറ്റ്. സാഹചര്യ തെളിവുകൾ അല്ലെങ്കിൽ സാഹചര്യം ഡിഫറെൻ്റ് ആണ്, സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ എന്തു ചെയ്യാം, വേറെ വിധി പറയാം. ജഡ്ജ് എന്ത് ചെയ്യും, പ്രീവിയസ് കേസിലുള്ള വിധികൾ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. കാരണം അതിലുള്ള മെറ്റീരിയൽ ഫാക്റ്റുകൾ വ്യത്യസ്തമാണ്, അതിലുള്ള സത്യാവസ്ഥ വേറെയാണ്, അതുകൊണ്ട് മാറ്റിമറിക്കാം. ഡിസ്റ്റിങ്വിഷിങ്. രണ്ടാമത്തെ രീതിയാണ് റാറ്റിയോ ഡെക്കിഡൻ്റായി. ശ്രദ്ധിച്ച് കേട്ടോ, ഇത് കുറച്ച് പറയാനുണ്ട്. പറയാൻ കുറച്ച് അങ്ങനെയല്ല, കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സാധനമാണ്. റാറ്റിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസൺ, നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. റാറ്റിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസൺ. ഡെക്കിഡൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റേഷ്യോ ഡെസിഡൻ്റായി എന്നായിരിക്കും വായിച്ചിട്ടുണ്ടാവും അല്ലേ. ദിസ് ഈസ് റാറ്റിയോ ഡെക്കിഡൻ്റായി, ലാറ്റിൻ വേർഡാണ്. ഡെക്കിഡൻ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ. ഓക്കെ. ബിഹൈൻഡ്, ദ റീസൺ ബിഹൈൻഡ് ദ ഡിസിഷൻ, അതാണ് റാറ്റിയോ ഡെക്കിഡൻറ്റി. ദ റാറ്റിയോ ഡെക്കിഡൻ്റായി ഈസ് ദ ലീഗൽ റീസൺ ഫോർ ദ ഡിസിഷൻ. ഒരു തീരുമാനം എടുക്കാനുള്ള ലീഗൽ റീസൺ എന്താണ്, അതാണ് റാറ്റിയോ ഡെക്കിഡൻ്റായി. ഓക്കെ. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഫോമിങ് എ ബൈൻഡിങ് പ്രസിഡൻറ്റ് എന്ന് വെച്ചാൽ റാറ്റിയോ ഡെക്കിഡൻ്റായി ഈസ് ഓൾവേസ് ബൈൻഡിങ്. റാറ്റിയോ ഡെക്കിഡൻ്റായി എന്ന് പറയുന്നത് എപ്പോഴും ബൈൻഡിങ് ആണ്. റാറ്റിയോ ഡെക്കിഡൻ്റായി എന്ന് പറഞ്ഞാൽ എന്താണ്, ലീഗൽ റീസൺ ആണ്. റാറ്റിയോ ഡെക്കിഡൻ്റായി എന്ന് പറഞ്ഞാൽ ലീഗൽ റീസൺ ബിഹൈൻഡ് ദ ഡിസിഷൻ. ഈ ഒരു തീരുമാനം എടുക്കാനുള്ളതിൻ്റെ കാരണം എന്താണ്, ഇതാണ് എന്ത്, റാറ്റിയോ ഡെക്കിഡൻ്റായി. സോ ആ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എപ്പോഴും ബൈൻഡിങ് ആണ്, അത് ഒരിക്കലും പേഴ്സ്വേസീവ് ആവില്ല. ഒരു സാഹചര്യത്തിലും അത് പേഴ്സ്വേസീവ് ആവില്ല, എല്ലാ സാഹചര്യത്തിലും അത് ബൈൻഡിങ് ആണ്. റാറ്റിയോ ഡെക്കിഡൻ്റായി ഈസ് ഓൾവേസ് ബൈൻഡിങ്. ദിക്കറെടുക്കണ പോലെ പഠിച്ചു. ഓക്കെ, ക്ലിയർ? അതിന് കൂടെ ഒന്നുകൂടെ പറയാം, ഒബിറ്റർ ഡിക്റ്റ വേറൊരു സാധനം, മറ്റൊരു ലാറ്റിൻ വേർഡാണ് ഒബിറ്റർ ഡിക്റ്റ.
ഒബിറ്റർ ഡിക്റ്റ എന്ന് പറയുന്നത് എപ്പോഴും പെർസ്വേസീവാണ്. ഓക്കെ, ഇറ്റ്സ് ഓൾവേസ് പെർസ്വേസീവ് റാദർ ദാൻ ബൈൻഡിങ്. അത് ബൈൻഡിങ് അല്ല, അതെപ്പോഴും എന്താണ്, പെർസ്വേസീവ് ആണ്. എന്താണ് പെർസ്വേസീവ്, എന്താണ് ബൈൻഡിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അറിയില്ലെങ്കിൽ പോസ് ചെയ്യുക, അത് പഠിക്കുക, തിരിച്ചു വരിക. സോ റാറ്റിയോ ഡെക്കിഡൻറ്റ ഈസ് ഓൾവേസ് ബൈൻഡിങ്, ഒബിറ്റർ ഡിക്റ്റ ഈസ് ഓൾവേസ് പെർസ്വേസീവ്. റാറ്റിയോ ഡെക്കിഡൻറ്റ എന്ന് പറയുന്നത് കാരണമാണ്, ഒബിറ്റർ ഡിക്റ്റ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിങ്ങളിത് മൊത്തം വായിച്ച് കൺഫ്യൂസ്ഡ് ആവണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായാൽ മലയാളത്തിൽ അവിടെ എഴുതി വെച്ചോളാം. ഓക്കെ, ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ പാസ്സാവുള്ളൂ അങ്ങനെയൊന്നുമില്ല. കണ്ടൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഞാനൊരു കേസ് എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു പെൺകുട്ടി, നമ്മളെപ്പോൾ എടുക്കുന്ന ഒരു എക്സാമ്പിൾ അതാണ്. ഒരു പെൺകുട്ടി വീട്ടിൽ ഒറ്റക്കാണ്, രാത്രി സമയമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എഴുതാം, കുറച്ചും കൂടെ കാര്യങ്ങൾ കിട്ടും. ഒരു പെൺകുട്ടിയുണ്ട്, വീടുണ്ട്, ആൾ വീട്ടിൽ ഒറ്റക്കാണ്, അലോൺ, വീട്ടിൽ ഒറ്റക്കാണ്. ടൈം 9 മണി രാത്രി. ഓക്കെ, ലൊക്കേഷൻ പാലക്കാടാണ്. ഞാൻ പാലക്കാടൊന്നുമല്ല കേട്ടോ, വെറുതെ ഒരു പേര് കിട്ടിയപ്പെടുത്തി. ലൊക്കേഷൻ പാലക്കാടാണ്. എടാ ഇതിനെന്താ പറയുക, ആയുധം, ആയുധത്തിനെന്താ, വെപ്പൺ, കോടാലി, ആക്സ്, കോടാലിയാണ് ഉപയോഗിച്ചത്. കേസിൻ്റെ ഡീറ്റെയിൽസ് ആട്ടോ ഞാൻ പറയുന്നത്. വിക്ടിം ഒരു ആണാണ്, 25 വയസ്സ്. പെൺകുട്ടിക്ക് 18 വയസ്സ്. ഡേ തേഴ്സ്ഡേ. കേസിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ കേസ് വായിക്കുകയാണേ. പാലക്കാട് രാത്രി 9 മണി സമയത്ത് വ്യാഴാഴ്ച ദിവസം 25 വയസ്സുള്ള ഒരു യുവാവ് 18 വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടിയെ വീട്ടിൽ വെച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ആ 18 വയസ്സുള്ള പെൺകുട്ടി ഈ യുവാവിനെ കൊലപ്പെടുത്തി. കാരണം സെൽഫ് ഡിഫെൻസ്. കുട്ടിയുടെ സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. ഇതിൽ ഈ കേസ് കോടതിയിൽ വന്നു. കേസ് കോടതിയിൽ വന്നപ്പോൾ വിധി വന്നു, പെൺകുട്ടിക്ക് അനുകൂലമായിട്ട് വന്നു. പെൺകുട്ടി നിരപരാധിയാണ് എന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടു. കോടതിയോട് ചോദ്യം ചെയ്യാണ്, എങ്ങനെയാണ് കുട്ടി നിരപരാധിയാവുക? ബിക്കോസ് ദിസ് ഡിസിഷൻ, ഈ ഒരു തീരുമാനം, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റാറ്റിയോ ഡെക്കിഡൻറ്റൈ. ഇത് റാറ്റിയോ ഡെക്കിഡൻറ്റൈ ഭാഗമായിട്ടെടുത്ത തീരുമാനമാണ്. എന്ന് വെച്ചാൽ ദർ ഈസ് എ ലീഗൽ റീസൺ ബിഹൈൻഡ് ദിസ് ഡിസിഷൻ. എന്താണ് ലീഗൽ റീസൺ? കാരണം പെൺകുട്ടി സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ലീഗൽ റീസൺ. സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതെപ്പോഴും ബൈൻഡിങ് ആണ്, ഇതൊരിക്കലും പെർസ്വേസീവ് ആവില്ല, എപ്പോഴും ബൈൻഡിങ് ആണ്. ബിക്കോസ് ദാറ്റ് ഈസ് ദ ലീഗൽ റീസൺ. ഒബിറ്റർ ഡിക്റ്റ ആർ അതർ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദീസ് ആർ ദ അതർ സ്റ്റേറ്റ്മെൻറ്റ്സ്. 25 വയസ്സുള്ള ഒരാളാണ് കൊന്നത്, അതുകൊണ്ട് ആ പെണ്ണിനെ തൂക്കിക്കൊല്ലണം. വ്യാഴാഴ്ച ദിവസമാണ് ആ പെണ്ണ് കൊലപാതകം ചെയ്തത്, അതുകൊണ്ട് ആ പെണ്ണിനെ തൂക്കിക്കൊല്ലണം. രാത്രി 9 മണിക്കാണ് ആ പെണ്ണ് കൊലപാതകം ചെയ്തത്, അതുകൊണ്ട് ആ പെണ്ണിനെ തൂക്കിക്കൊല്ലണം. പാലക്കാട് വെച്ചിട്ടാണ് ആ പെണ്ണ് ആ യുവാവിനെ കൊന്നത്, അതുകൊണ്ട് തൂക്കിക്കൊല്ലണം. കോടാലി വെച്ചിട്ടാണ് ആ പെണ്ണ് അയാളെ കൊന്നത്, അപ്പോൾ അതുകൊണ്ട് തൂക്കിക്കൊല്ലണം. അതായത് കോടാലി വെച്ചിട്ട് കൊന്നതിൻ്റെ പേരിൽ ആ പെണ്ണിനെ തൂക്കിക്കൊല്ലണം. ദാറ്റ് ഈസ് ഇല്ലോജിക്കൽ, റൈറ്റ്? സെൽഫ് ഡിഫെൻസിൻ്റെ പേരിലാണ് ആ കുട്ടി കൊലപാതകം ചെയ്തത്, അതുകൊണ്ട് കുട്ടിയെ നിരപരാധിയാക്കാം. ദാറ്റ് ഈസ് ലോജിക്കൽ. സോ ഒബിറ്റർ ഡിക്റ്റ എന്ന് പറയുന്നത് ദീസ് ആർ അതർ സ്റ്റേറ്റ്മെൻറ്റ്സ്. മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. 18 വയസ്സുള്ള കുട്ടി വീട്ടിലൊറ്റക്കായിരുന്നു, പെൺകുട്ടി 9 മണി, പാലക്കാട്, കോടാലി, ആക്സ്, വിക്ടിം 25 വയസ്സുള്ള ആണ്, വ്യാഴാഴ്ച. ദീസ് ആർ അതർ സ്റ്റേറ്റ്മെൻറ്റ്സ്. മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇതെപ്പോഴും പെർസ്വേസീവാണ്. ഇത് ഫോളോ ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കണ്ട.
എന്നാൽ ലീഗൽ റീസൺസ് ഫോളോ ചെയ്യാം. ഓക്കെ, അതാണ് റാറ്റിയോ ഡെക്കിഡൻ്റെയും അതുപോലെ തന്നെ ഒബിറ്റർ ഡിക്റ്റ സ്റ്റേറ്റ്മെൻറ്റ്സും. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ ഒരു ഫാക്ടറാണ് മെറ്റീരിയൽ ഫാക്ട്സ് ഓഫ് ദി കേസ്. കേസിലെ മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്റ്റുകൾ എന്തൊക്കെയാണ്, സത്യാവസ്ഥ എന്താണ്, കേസിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം ബൈൻഡിങ് ആണോ പെർസ്വേസീവ് ആണോ എന്നുള്ളത്. ഇൻ ഓർഡർ ഫോർ എ പ്രസിഡൻറ്റ് ടു ബി ബൈൻഡിങ്, അതായത് ഒരു മുൻവിധി ബൈൻഡിങ് ആവണം എന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ഫാക്ട്സ് ഓഫ് 2 കേസസ് മസ്റ്റ് ബി സെയിം. അതായത് ഞാൻ മുൻവിധി നോക്കിയിട്ട് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതേ വിധി തന്നെ ഇവിടെ കൊടുക്കണം എനിക്ക് നിർബന്ധിതനാവുകയാണെങ്കിൽ, ഞാനൊരു ജഡ്ജാണ്, ഓക്കെ, ഞാനൊരു കൊലപാതകത്തിൻ്റെ വിധി പറയാൻ പോവുകയാണ്. അപ്പം ഈ വിധി ഞാൻ മുൻവിധി ഫോളോ ചെയ്തിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അതെനിക്ക് ബൈൻഡിങ് ആവണം എന്നുണ്ടെങ്കിൽ ഈ കേസിലെ സത്യാവസ്ഥയും ആ കേസിലെ ഞാൻ ഏത് കേസിൽ നിന്നാണോ മുൻവിധി എടുക്കുന്നത് ആ കേസിൻ്റെ സത്യാവസ്ഥയും സെയിം ആയിരിക്കണം, എങ്കിൽ മാത്രമേ ബൈൻഡിങ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇത് പെർസ്വേസീവ് ആണ്. മെറ്റീരിയൽ ഫാക്ട് ഓഫ് ദ 2 cases must be same. If it is same, it's binding. If it is different, it is persuasive. Simple. Okay അല്ലേ? ക്ലിയർ? സോ എന്താണ് ബൈൻഡിങ്, എന്താണ് പെർസ്വേസീവ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ബൈൻഡിങ് ആവുക, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പെർസ്വേസീവ് ആവുക എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ റീവൈൻഡ് അടിച്ച് ഒന്നുകൂടെ കണ്ടു നോക്കാം. എന്നിട്ടും ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഒരു 100 വട്ടം ചോദിച്ചാലും ഞാൻ ചോദിക്കും, ഞാൻ പറഞ്ഞു തരും. ഓക്കെ, ടിപ്പിക്കൽ ടീച്ചേഴ്സിൻ്റെ ഡയലോഗാണല്ലേ. നിങ്ങൾ വേണമെങ്കിൽ ഒരു 100 വട്ടം ചോദിച്ചു ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് 3ാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോൾ ബുദ്ധി ഇടാന്ന് പറയും. ഓക്കെ, സോ ക്ലിയർ അല്ല? ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു ബില്ല് എങ്ങനെയാണ് ആക്ട് ആവുന്നത്, ഒരു ആക്ട് എങ്ങനെയാണ് ബില്ലായി മാറുന്നത്, അതെങ്ങനെയാണ് നിയമമായി മാറുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മമ്മൂട്ടീൻ്റെ ഒരു 1 എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട് അല്ലേ. അതിൽ മമ്മൂട്ടി ഒരു പുതിയ നിയമം ഇറക്കാൻ പോകുന്നുണ്ട്, റൈറ്റ് ടു റീകോൾ. അതായത് നമ്മൾ ഇലക്ഷൻ നടത്തി വിജയിപ്പിച്ച ആൾക്കാർ പോരാ എന്ന് തോന്നുന്ന പോലെ തിരിച്ച് പദവിയിൽ നിന്നും ഇറക്കാനുള്ള ഒരു നിയമമാണ് റൈറ്റ് ടു റീകോൾ. ഓക്കെ, ആ നിയമം പാസ്സാക്കാനും മമ്മൂട്ടി മുഖ്യമന്ത്രി ആയിട്ട് പോലും മമ്മൂട്ടിക്ക് പറ്റിയിട്ടില്ല. റീസൺ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റമാണ്. കാരണം അതിന് ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് UK എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം ഇതുപോലെ ഒരു നിയമം നിങ്ങൾക്ക് പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഫസ്റ്റ് റീഡിങ് ചെയ്യണം. ഫസ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ബില്ലിൻ്റെ പേരെന്താണ്, നിയമത്തിൻ്റെ പേരെന്താണ്, ആരാണിത് പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ബില്ലിൻ്റെ പേര് റൈറ്റ് ടു റീകോൾ. ആരാണിത് പ്രപ്പോസ് ചെയ്യുന്നത്? എനിക്കൊന്ന് മമ്മൂട്ടീൻ്റെ അതിൻ്റെ പേര് എന്താണ്, കരുണനോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, കൃഷ്ണനോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ബില്ലിൻ്റെ പേരെന്താണ്, ബില്ല് പ്രപ്പോസ് ചെയ്യുന്ന ആളുടെ പേരെന്താണ്, ഇതാണ് ഫസ്റ്റ് റീഡിങ്. അതായത് നിങ്ങൾക്ക് പുതിയതായിട്ടൊരു നിയമം നടപ്പിലാക്കണം, നിയമം കൊണ്ടുവരണം, ഭരണഘടനയിൽ പുതിയൊരു നിയമം കൊണ്ടുവരണം എങ്കിൽ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം. ആദ്യം ഫസ്റ്റ് റീഡിങ് ചെയ്തു. സെക്കൻഡ് റീഡിങ്, അവിടെ ഡിബേറ്റ്, വാഗ്വാദം നടക്കുകയാണ്, ഡിബേറ്റ് നടക്കുകയാണ്. എന്തിനെ പറ്റിയിട്ട്? പ്രിൻസിപ്പിൾസ് ഓഫ് ദ ബിൽ, ആ ബില്ലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്. ആ ബില്ല് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് വായിക്കും പാർലമെൻറ്റിൽ. എന്നിട്ട് 2 പാർട്ടികൾ തമ്മിൽ അല്ലെങ്കിൽ 2 ഗ്രൂപ്പുകൾ തമ്മിൽ അതിൻ്റെ മേലെ വാദം നടക്കും. എന്നിട്ട് വോട്ട് ചെയ്യും. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നിന് കൂടുതൽ ഏതെങ്കിലും ഒന്നിന് കുറവ് ഉണ്ടാവുമല്ലോ. മൂന്നാമത്തത് കമ്മിറ്റി സ്റ്റേജ്. കുറച്ച് MP-മാർ, പാർലമെൻറ്റിലെ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് എന്ത് ചെയ്യും, ഈ ബില്ലിൻ്റെ വേർഡിങ്സ്, ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേർഡ് ബൈ വേർഡ് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ഇത് ഒരുപാട് മാസങ്ങൾ എടുത്തേക്കാം, കുറേ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ കോൺടെൻഷ്യസ് ഓഫ് ദ ബിൽ, ബില്ലിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കിയിട്ട്, ബില്ലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നിയമത്തിൻ്റെ പ്രാധാന്യം നോക്കിയിട്ട് ഒരുപാട് മാസങ്ങൾ എടുത്തേക്കാം. വേർഡ് ബൈ വേർഡ് ഒരു ഗ്രൂപ്പ് ഓഫ് MP-മാർ ഇതെന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, അതിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് റിപ്പോർട്ട് സ്റ്റേജിൽ ഈ കമ്മിറ്റി എന്ത് ചെയ്യും, ഫുൾ ഹൗസിൻ്റെ മേലെ ഇത് റിപ്പോർട്ട് ചെയ്യും. ഏതാ ഫുൾ ഹൗസ്? ഹൗസ് ഓഫ് കോമൺസും ഹൗസ് ഓഫ്
ലോർഡ്സും പ്ലസ് മൊണാർക്ക്, ഇവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഫുൾ ഹൗസ് ആവുന്നത്. ഓക്കെ, അതായത് ഇവരെന്ത് ചെയ്യും, വേർഡിങ്സ് നോക്കിയിട്ട് ചേഞ്ചസ് വരുത്താനുള്ളത് ചേഞ്ചസ് വരുത്തിയിട്ട് ഈ കമ്മിറ്റി എന്ത് ചെയ്യും, ഫുൾ ഹൗസിൻ്റെ മുന്നിൽ ഇത് വീണ്ടും റിപ്പോർട്ട് ചെയ്യും. എന്നിട്ടാണ് തേർഡ് റീഡിങ് നടക്കുന്നത്. തേർഡ് റീഡിങ്ങിൽ ഈ ബില്ല് അവസാനമായിട്ട് ഒന്നും കൂടെ വായിക്കും. മാറ്റങ്ങളൊക്കെ വരുത്തി എഡിറ്റ് ചെയ്ത പുതിയ സാധനം ഒന്നും കൂടെ വായിക്കും. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ രണ്ട് ഹൗസിൻ്റെയും ബോത്ത് ഹൗസിൻ്റെയും പെർമിഷനും കിട്ടി. റോയൽ അസെൻറ്റ്, അതായത് മൊണാർക്കും അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ, റോയൽ അസെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്തായി, ഒരു നിയമമായിട്ട് നടപ്പിലാവും. ഓക്കെ, ആദ്യം നമ്മൾ ഹൗസ് ഓഫ് കോമൺസിൽ ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, കമ്മിറ്റി സ്റ്റേജ്, റിപ്പോർട്ട് സ്റ്റേജ്, തേർഡ് റീഡിങ്, റിപ്പോർട്ട് സ്റ്റേജ് വരെ എത്തും. അതുപോലെ ഹൗസ് ഓഫ് ലോർഡ്സിൽ ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, കമ്മിറ്റി സ്റ്റേജ്, റിപ്പോർട്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് തേർഡ് റീഡിങ്ങിന് വേണ്ടി മൊത്തം ഹൗസിന് മുന്നിൽ ഈ കാര്യം ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കും. റോയൽ അസെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നടപ്പിലാവും. ഇങ്ങനെയാണ് ഒരു ബില്ല് നടപ്പിലാവുന്നത്, ഒരു നിയമം വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത ടോപ്പിക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആൻ ആക്ട് ഡസ് നോട്ട് നെസസറിലി കമ്മിങ് ടു ഫോഴ്സ് ഇമ്മീഡിയറ്റ്ലി. ഒരു ആക്ട് പെട്ടെന്ന് തന്നെ നടപ്പിലാവില്ല, അത് മെല്ലെ മെല്ലെ പീസ് മീൽ ബേസിസ്, അതായത് പതുക്കെ പതുക്കെ കുറച്ചായിട്ട് മാത്രമേ നടപ്പിലാവുള്ളൂ. ഓക്കെ, ശരി, ബാക്കി നമുക്ക് എയ്ഡ്സ് ഓഫ് ഇൻ്റർപ്രിട്ടേഷനും റൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷനും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൺസിഡർ ചെയ്യാം.